കോഴിക്കോട് നിന്ന് ദീപക് തർമ്മണം LDF പ്രകടന പത്രികയെ കുറിച്ച് പറയാൻ നമുക്കൊപ്പം ചേരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്. പറയൂ ദീപക്. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. ഇടതുമുന്നണിയുടെ പ്രകടന പത്രിക മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ പിണറായി വിജയൻ 10 മണിക്കാണ് കോഴിക്കോട് വെച്ച് പ്രകാശനം ചെയ്യുന്നത്. CPM DC ഓഫീസായ CH കണാരൻ മന്ദിരത്തിൽ വെച്ചാണ് പ്രകാശന കർമ്മം നിർവഹിക്കുക. പ്രധാനപ്പെട്ട ഇടതു നേതാക്കളെല്ലാം തന്നെ ആ പ്രകാശന ചടങ്ങിലുണ്ടാകും. മുഖ്യമന്ത്രിയുടെ പതിവ് വാർത്താ സമ്മേളന സമയത്താണ്. 9:30 വാർത്താ സമ്മേളനം തുടങ്ങും, 10 മണിക്ക് ഇതിൻ്റെ പ്രകാശന കർമ്മം നിർവഹിക്കും എന്നുള്ള നിലയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നവകേരള സൃഷ്ടിയുടെ തുടർച്ച എന്നുള്ളത് തന്നെയായിരിക്കും ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയുടെ ഉൾക്കാമ്പ്. 2 കാര്യങ്ങളിൽ പ്രധാനമായി ഊന്നൽ നൽകും. ഒന്ന്, വികസനത്തിൻ്റെ തുടർച്ച. അത് വലിയ രീതിയിൽ വികസിത രാജ്യങ്ങളോട് കിടപിടിക്കുന്ന രീതിയിലുള്ള വികസനം, അത് പശ്ചാത്തല സൗകര്യങ്ങളായാലും ഈ വിജ്ഞാനാധിഷ്ഠിത നോളേജ് ബേസ്ഡ് ആയുള്ള ഡെവലപ്മെൻറ്റും അതിലൂടെയുള്ള എക്കണോമിയും അത് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് കഴിഞ്ഞ നവകേരള സദസ്സിന് ശേഷം ചേർന്ന നവകേരള സൃഷ്ടിക്ക് വേണ്ടിയുള്ള യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. ഇതുതന്നെയായിരുന്നു CPIM-ന്റെ സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു നവകേരള രേഖ അവതരിപ്പിച്ചത്. അതിൻ്റെ തുടർച്ചയെന്നോണം അത് നടപ്പിലാക്കുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങളായിരിക്കും ഈ പ്രകടന പത്രികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, പെൻഷൻ പദ്ധതികൾ പുതിയ മേഖലയിലേക്ക്, പെൻഷൻ കൂടുതൽ തുക വർദ്ധിപ്പിക്കൽ ഉൾപ്പെടെയുള്ള ക്ഷേമകാര്യങ്ങളിൽ ഒരു ഭാഗത്ത് വികസനം, മറ്റൊന്ന് ക്ഷേമം, ഭാവി കേരളം, ഇങ്ങനെ 3-ൽ ഊന്നി നിൽക്കുന്ന പ്രകടന പത്രികയായിരിക്കും. മാത്രവുമല്ല, ഈ 10 വർഷവും പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കിയതാണ് LDF. അപ്പം പ്രഖ്യാപിച്ചത് നടപ്പിലാക്കിയതിൻ്റെ തുടർച്ച എന്നുള്ള ഒരു പ്രഖ്യാപനം കൂടി ആയിരിക്കും ഇടതുമുന്നണിയുടെ പ്രകടന പത്രിക. SK. ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.